ഹലോ. ഭരണഘടനാ ഭാഗത്ത് നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. നിരവധി ക്വസ്റ്റ്യൻസ് PSC ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 389 അംഗങ്ങൾ. ഇതിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തവരുടെ എണ്ണം 296 അപ്പോൾ 296. ഇതിൽ ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്നുള്ളവർ 292 ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് 4 പേരുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് മുൻപ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേർ. അപ്പോൾ 292 4 93 ചേർത്ത് 389 അംഗങ്ങൾ ഇന്ത്യ വിഭജനത്തിന് മുൻപുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികളുടെ അനുപാതം 10 ലക്ഷം പേർക്ക് ഒരാളെന്ന ക്രമത്തിലാണ്. ഓക്കെ, അപ്പോൾ 10 ലക്ഷം പേർക്ക് ഒരാളെന്ന ക്രമത്തിലാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പ്രതിനിധികളുടെ അനുപാതം. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗബലം എത്രയായിരുന്നു? 299. ഇതിൽ ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് 226 ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് 3 നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം 299, 226 ഗവർണേഴ്സ് പ്രവിശ്യ, 3 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യ, 70 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ 4-3 അതിൽ ഒന്ന് കട്ടായി. അതേതാണ്? ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലായ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ഏതാണ്? ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകൾ ഏതൊക്കെയാണ്? ഡൽഹി, അജ്മീർ, മെർവാറ, കൂർഗ്, ബലൂചിസ്ഥാൻ. ഇതിൽ ബലൂചിസ്ഥാനാണ് പോയത്. പാകിസ്ഥാൻ ഒരു പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച തീയതി എന്നാണ്? 1947 ജൂൺ 3 അപ്പോൾ പാകിസ്ഥാന് പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1947 ജൂൺ 3 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യം ഏതാണ്? 7 അംഗങ്ങളെ അയച്ച മൈസൂറാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏതംഗത്തിൻ്റെ മരണത്തെ തുടർന്നാണ് TT കൃഷ്ണമാചാരി പകരക്കാരനായി എത്തിയത്? TP കെയ്ത്താൻ. അപ്പോൾ TP കെയ്ത്താൻ്റെ മരണത്തെ തുടർന്നാണ് ആര്? TT കൃഷ്ണമാചാരി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ പകരക്കാരനായി നിയമിക്കപ്പെട്ടത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ആര് രാജിവെച്ച ഒഴിവിലാണ് N മാധവറാവു നിയമിക്കപ്പെട്ടത്? BL മിത്തർ. അപ്പോൾ BL മിത്തർ ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച ഒഴിവിലാണ് ആര്? N മാധവറാവു നിയമിക്കപ്പെട്ടത്. 1923 രൂപം കൊണ്ട സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണമെന്ന ആശയം അവതരിപ്പിച്ചത്. 1923 സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണം. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം 1934 മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. അപ്പോൾ 1934 MN റോയ് ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് N ഗോപാലസ്വാമി അയ്യങ്കാറാണ്. N ഗോപാലസ്വാമി അയ്യങ്കാറാണ് ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കം ഓഗസ്റ്റ് ഓഫർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് ഓഫർ. എന്ത്? ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കം. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ച വർഷം 1935. 1935 കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്കൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന നിലപാട് ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചത്.
പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി 1947 ജനുവരി 22 അപ്പോൾ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അത് അംഗീകരിച്ചത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെക്ഷൻ ആരംഭിച്ച തീയതി 1947 ഏപ്രിൽ 28 ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെക്ഷൻ ആരംഭിച്ചത്. 3ാം സെക്ഷൻ ആരംഭിച്ചത് 1947 ഏപ്രിൽ 28 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ ആണ്. HVR അയ്യങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9 യോഗത്തില് അധ്യക്ഷനായിരുന്ന സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്ന തീയതി 1947 ഓഗസ്റ്റ് 30 ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം 1947 ഓഗസ്റ്റ് 30 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടതെന്നാണ്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഹാജരായ വനിതകൾ 9 പേരാണ്. 9 പേരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഹാജരായ വനിതകൾ. ആകെ എത്ര പേരുണ്ടായിരുന്നു? 211 പേരാണ് ആകെ വന്നത്. അതിൽ 9 പേർ വനിതകളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ്, ഇന്ത്യ വിഭജനത്തിന് മുൻപ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 17 പേരുണ്ടായിരുന്നു. അപ്പോൾ 17 വനിതാ അംഗങ്ങളാണ് ഇന്ത്യ വിഭജനത്തിന് മുൻപുണ്ടായിരുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്ര അംഗങ്ങളായി കുറഞ്ഞു? 15 വനിതാ അംഗങ്ങളായിട്ട് കുറഞ്ഞു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 പറഞ്ഞു. അത് അംഗീകരിച്ചത് 1947 ജനുവരി 22 പറഞ്ഞു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 30 ആദ്യ യോഗം ചേർന്നത്. നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? 1947 നവംബർ 17 1947 നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ സമ്മേളിച്ചത്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യമായി ഒരു കരട് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സമർപ്പിച്ച തീയതി 1948 ഫെബ്രുവരി 21 അപ്പോൾ 1948 ഫെബ്രുവരി 21 ആദ്യമായി ഒരു കരട് സമർപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കരട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഡോക്ടർ BR അംബേദ്കർ സമർപ്പിച്ചത് എന്നാണ്? 1949 നവംബർ 25 അപ്പോൾ അന്തിമ കരട് സമർപ്പിച്ചത് 1949 നവംബർ 25 ആദ്യ കരട് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21 VT കൃഷ്ണമാചാരിയെ കൂടി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി നിയമിച്ചത് 1948 ജൂലൈ 16 അപ്പോൾ ആരെ കൂടി? VT കൃഷ്ണമാചാരിയെ കൂടി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി നിയമിച്ചത് 1948 ജൂലൈ 16 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 1949 നവംബർ 26 ആ ഭരണഘടന അംഗീകരിച്ചത്.
ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1947 നവംബർ 4-നാണ്. അപ്പോൾ ഭരണഘടനയുടെ കരട് അവതരിപ്പിച്ചത് എന്നാണ്? 1947 നവംബർ 4-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിട്ടത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-ന്. ഇത് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അവസാന യോഗവും 1950 ജനുവരി 24-നായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മുസ്ലിം വനിത ബീഗം ഖുദ്സിയ ഐസാസ് റസൂലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ബീഗം ഖുദ്സിയ ഐസാസ് റസൂൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മദ്രാസിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ പിന്തുണച്ചത് പുരുഷോത്തം ദാസ് ആണ്. പുരുഷോത്തം ദാസ് ആണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ പിന്തുണച്ചത്. 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? BN റാവു ആണ്. ഇനിഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ് 1948 ഫെബ്രുവരിയിൽ. ഈ ഫെബ്രുവരി 21-നാണ് ആദ്യമായിട്ടൊരു കരട് സമർപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. കവർ പേജ് നന്ദലാൽ ബോസ് ആണ് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യനാണ്. ഹിന്ദി പതിപ്പ് ആരാണ്? വസന്ത് കൃഷ്ണ വൈദ്യനാണ് എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യയിലെ ഭൂവുടമകളെ പ്രതിനിധാനം ചെയ്ത ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തിയ ദർഭംഗ മഹാരാജാവ് കാമേശ്വർ സിംഗ് ഗൗതം. ആരാണ്? ദർഭംഗ മഹാരാജാവ് ആരാണ്? കാമേശ്വർ സിംഗ് ഗൗതം. ഭൂവുടമകളെയാണ് പ്രതിനിധാനം ചെയ്തത്. ഇന്ത്യയുടെ അധികാര കൈമാറ്റം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ എത്രാമത്തെ സമ്മേളനത്തിലാണ്? 5-ാമത്തെ സമ്മേളനത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര കൈമാറ്റം 5-ാം സമ്മേളനത്തിൽ. ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഇറ്റാലിക് ശൈലിയിൽ എഴുതിയതാരാണ്? പ്രേം ബിഹാരി നാരായൺ റൈസാദയാണ്. അപ്പോൾ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി പ്രേം ബിഹാരി നാരായണൻ റൈസാദ. ഏത് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത്? ഫ്രഞ്ച്. അപ്പോൾ ഫ്രഞ്ച് രീതിയിലാണ് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത്. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത് MR ജയകർ ആണ്. MR ജയകർ ആണ് ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത്. ആരാണ്? MR ജയകർ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര അനുച്ഛേദങ്ങളും ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു? 395 അനുച്ഛേദങ്ങളും 8 ഷെഡ്യൂൾസും. അപ്പം 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്നാണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഫ്രാങ്ക് ആന്റണി ആയിരുന്നു. താൽക്കാലിക ഉപാധ്യക്ഷനാണ് ഫ്രാങ്ക് ആന്റണി. ഇന്ത്യൻ ഭരണഘടനയുടെ കരടിൽ 315 അനുച്ഛേദങ്ങളും 13 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. 315 അനുച്ഛേദങ്ങളും 13 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ സെക്ഷനിലാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1-ാമത്തെ സെക്ഷനിലാണ്. അവതരിപ്പിച്ചത് 1-ാമത്തെ സെക്ഷനിലാണെങ്കിലും അംഗീകരിച്ചത് 2-ാമത്തെ സെക്ഷനിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം നെഹ്റു ആണ് അവതരിപ്പിച്ചത്. മന്ത്രിസഭാംഗങ്ങളിൽ ആരാണ് ആദ്യമായി ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഭരണഘടനയിൽ ആദ്യമായി ഒപ്പുവെച്ച മന്ത്രിസഭാംഗങ്ങളിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തേതാരാണ്? രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തൻ്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. യൂണിയൻ ഓഫ് ട്രിനിറ്റി.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറൽ പാർട്ട് കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. എല്ലാ വ്യക്തികളും, സമ്പന്നരും ദരിദ്രരും സ്ത്രീകളും പുരുഷന്മാരും മുന്നാക്കക്കാരും പിന്നാക്കക്കാരും ഒരേ നിയമത്തിന് വിധേയരാണെന്ന ആശയം, അതാണ് നിയമവാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ 11 സെക്ഷനുകളിലായിട്ടാണ്, 11 സെക്ഷനുകളിലായിട്ട് 165 ദിവസമാണ് സമ്മേളിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചു നസറുദ്ദീൻ അഹമ്മദ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പോലും ആഗ്രഹിക്കുകയോ വിഭാവനം ചെയ്യുകയോ ചെയ്യാത്ത ഒന്നിൻ്റെ തനി പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത് ഹനുമന്തയ്യാണ്. കെ ഹനുമന്തയ്യ എന്താണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി ഒരിക്കൽ പോലും ആഗ്രഹിക്കുകയോ വിഭാവനം ചെയ്യുകയോ ചെയ്യാത്ത ഒന്നിൻ്റെ തനി പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത് കെ ഹനുമന്തയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ചാർട്ടർ എന്നറിയപ്പെടുന്നത് 1861 കൗൺസിൽ ആക്ട് ആണ്. 1861 കൗൺസിൽ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ചാർട്ടർ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് വിസ്കൗണ്ട് സൈമൺ ആണ്. വിസ്കൗണ്ട് സൈമൺ ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് TM കല്യാണൻ ഗൗണ്ടർ. അപ്പോൾ TM കല്യാണൻ ഗൗണ്ടറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. അത് നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സെക്ഷനിൽ 1950 ജനുവരി 24 അവസാന സെക്ഷൻ. വന്ദേ മാതരം ആലപിച്ചത് ലക്ഷ്മീകാന്ത മൈത്രയും സംഘവുമാണ്. ലക്ഷ്മീകാന്ത മൈത്രയും സംഘവുമാണ് വന്ദേ മാതരം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സെക്ഷനിൽ ജനഗണമന ആലപിച്ചത് പൂർണിമ ബാനർജിയും സംഘവുമാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഹോട്ട് ടോപ്പിക്കാണെന്ന് മറക്കാതിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.